നമസ്കാരം. നെളിയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. സഹകരണ മേഖലയെ തകർക്കാൻ ശ്രമിക്കുന്നവരെ ഒറ്റപ്പെടുത്തണമെന്ന് മന്ത്രി എ.കെ. ശശീന്ദ്രൻ. കൊപ്പം സർവീസ് സഹകരണ ബാങ്കിൽ നിന്നും വിരമിക്കുന്ന ജീവനക്കാർക്ക് നൽകിയ യാത്രയയപ്പ് സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കൊപ്പം സർവീസ് സഹകരണ ബാങ്കിൽ നിന്നും വിരമിക്കുന്ന സെക്രട്ടറി ടി.പി. ഉണ്ണികൃഷ്ണനും 12 മണിക്കൂർ ശാഖയിലെ ബ്രാഞ്ച് മാനേജർ കെ.പി. രാജേന്ദ്രനുമാണ് ബാങ്ക് ഭരണസമിതിയുടെയും ജീവനക്കാരുടെയും നേതൃത്വത്തിൽ യാത്രയയപ്പ് നൽകിയത്. കൊപ്പം വാസ് ഓട്ടോടത്ത് നടന്ന യാത്രയയപ്പ് സമ്മേളനം മന്ത്രി എ.കെ. ശശീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. സഹകരണ മേഖലയെ തകർക്കുവാനുള്ള ശ്രമങ്ങൾ ഇന്ന് പല ഭാഗത്തും നടക്കുന്നുണ്ടെന്നും ഇത്തരക്കാരെ ഒറ്റപ്പെടുത്തണമെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ മന്ത്രി എ.കെ. ശശീന്ദ്രൻ സൂചിപ്പിച്ചു. സ്വകാര്യ മൂലധന നിക്ഷേപത്തിന്റെ ശക്തി സ്രോതസ്സുകളായി പ്രവർത്തിക്കുന്ന സ്വകാര്യ ബാങ്കിംഗ് സ്ഥാപനങ്ങൾ, ആ സ്ഥാപനങ്ങൾക്ക് ഒറ്റ തീരുമാനം കൊണ്ട് രാജ്യത്തിന്റെ സമ്പദ്ഘടനയെ തകർക്കാനാണ്. അതിലൊന്നാണല്ലോ നോട്ട് നിരോധനം എന്ന് പറയുന്നത്. അതിന്റെ പ്രയാസം നമ്മൾ അനുഭവിച്ച് തീർന്നിട്ടില്ല, ഇനിയും അനുഭവിക്കാൻ പോകുന്നേ ഉള്ളൂ എന്ന് ഞാൻ മനഃപൂർവ്വം പറഞ്ഞതാണ്. പോകുന്നേ ഉള്ളൂ, കാണാനിരിക്കുകയാണ്. ഈ നയത്തിന് പകരം കേരളം ഇന്ത്യയുടെ മുമ്പാകെ അവതരിപ്പിച്ച ജനകീയ ബാങ്കിംഗ് സംവിധാനമാണ് സഹകരണ പ്രസ്ഥാനം. ആ ജനകീയ ബാങ്കിംഗ് സംവിധാനത്തിൽ ഇവിടുത്തെ കണക്കുകളിലൂടെ പറഞ്ഞു, ജനങ്ങൾക്ക് വിശ്വാസമുണ്ട്, അവർ നിക്ഷേപിക്കുന്നുണ്ട്, ആ പണം ഉപയോഗിച്ച് രാഷ്ട്ര സേവനം നടത്തുന്നുമുണ്ട്. ഒരാപത്ത് ഘട്ടത്തിൽ ഗവൺമെന്റിനെ സഹായിക്കാൻ ഏത് ബാങ്കാണ് ഉള്ളത്? ട്രഷറികളിൽ ഓടി ഒരു പ്രശ്നമായി നിൽക്കുമ്പോൾ ഒന്ന് സഹായിക്കണം എന്ന് അഭ്യർത്ഥിച്ചാൽ അതവിടെ നിൽക്കട്ടെ എന്ന നിലപാടാണ്. ചടങ്ങിൽ മുഹമ്മദ് മോഹസിൻ എം.എൽ.എ. അധ്യക്ഷനായിരുന്നു. N.P. വിനയകുമാർ മുഖ്യപ്രഭാഷണം നടത്തി. ടി. ഗോപാലകൃഷ്ണൻ, മുൻ എം.എൽ.എ. C.P. മുഹമ്മദ്, പി. ഉദയൻ, പി. ജയലക്ഷ്മി, ഇ.ഡി. സ്മിത, എ.കെ. ഗീത, കൊപ്പം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി. ഉണ്ണികൃഷ്ണൻ, വിളിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ഗിരിജ, കുൽക്കല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി. രമണി, ജില്ലാ പഞ്ചായത്ത് അംഗം കമ്മുക്കുട്ടി എടത്തോൾ, മറ്റു ജനപ്രതിനിധികൾ, ബാങ്ക് ഭരണസമിതി അംഗങ്ങൾ, ജീവനക്കാർ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. ശ്രീ കെ. സേതുമാധവൻ, ചന്ദ്രൻ നമ്പൂതിരി, മുൻ അസിസ്റ്റന്റ് സെക്രട്ടറി. ശക്തമായ മഴയിൽ കൂറ്റനാട് തൃത്താല പ്രദേശങ്ങളിൽ മഴക്കെടുതിയും തുടരുന്നു. വെള്ളത്തിന്റെ ശക്തമായ കുത്തിയൊഴുക്ക് മൂലം കൂറ്റനാട് പട്ടാമ്പി റോഡിൽ ശനിയാഴ്ച ഗതാഗത തടസ്സം നേരിട്ടു. പല സ്ഥലങ്ങളിലും വെള്ളക്കെട്ട് മൂലം കാൽനടയാത്രക്കാർ പോലും പ്രയാസത്തിലായി. കൂറ്റനാട് സർക്കാർ ഓഫീസുകൾ സ്ഥിതി ചെയ്യുന്ന ബ്ലോക്ക് കേന്ദ്രത്തിന്റെയും നാഗലശ്ശേരി പഞ്ചായത്തിന്റെയും സമീപത്തുള്ള സ്വകാര്യ കെട്ടിടത്തിന്റെ മതിലും ശക്തമായ മഴയിൽ തകർന്നു വീണത് പരിഭ്രാന്തി പരത്തി. സർക്കാർ ഓഫീസുകളിലേക്ക് അപേക്ഷകൾ പൂരിപ്പിച്ച് നൽകുന്ന സ്ഥാപനം ഉൾപ്പെടെ വിവിധ സ്ഥാപനങ്ങൾ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. നാഗലശ്ശേരി പഞ്ചായത്ത്, തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത്, നാഗലശ്ശേരി വില്ലേജ് എന്നീ സ്ഥാപനങ്ങളിലേക്ക് നിരവധി ആളുകളെത്തുന്ന തിരക്കേറിയ ഇവിടെ നിരവധി വാഹനങ്ങൾ നിർത്തിയിടാറുമുണ്ട്. ശക്തമായ മഴയായതിനാൽ മാത്രമാണ് ആളുകളുടെ തിരക്കില്ലാതിരുന്നത്. അതുകൊണ്ട് തന്നെ വലിയ അപകടമാണ് ഒഴിവായതെന്നും സമീപവാസികൾ പറയുന്നു. സ്വകാര്യ കെട്ടിടത്തിന്റെ മതിൽ മറിഞ്ഞു വീണെങ്കിലും കാര്യമായ നാശനഷ്ടങ്ങളോ മറ്റ് അപകടങ്ങളോ ഉണ്ടായില്ല എന്നതിൽ നാട്ടുകാരും കെട്ടിടത്തിന്റെ സമീപവാസികളും വലിയ ആശ്വാസത്തിലാണ്. CCTV ന്യൂസ്, തൃത്താല. കനത്ത മഴയിൽ നിർമ്മാണം പൂർത്തിയാകാറായ വീടിന് മുകളിലേക്ക് മൺതിട്ട തകർന്ന് വീണ അപകടം. പട്ടിത്തറ പഞ്ചായത്തിലെ കോക്കാട് കോട്ടയത്ത് വീട്ടിൽ നാരായണൻകുട്ടിയുടെ വീടാണ് തകർന്നത്. വീടിന്റെ അരികുവശത്തെ മൺതിട്ട രാത്രി മുകളിലേക്ക് അടർന്നു വീഴുകയായിരുന്നു. നിർമ്മാണം അന്തിമഘട്ടത്തിലായ വീടിന്റെ ഒരു മുറിയും പൂർണ്ണമായും തകർന്നു. വീട്ടുടമ ഓട്ടോറിക്ഷ നിർത്തിയിടാൻ ഈ വീട്ടിലെത്തിയ സമയത്തായിരുന്നു മണ്ണിടിച്ചിൽ. സംഭവസ്ഥലത്തോട് ചേർന്ന് ആളില്ലാതിരുന്നതിനാൽ ആളപായം ഉണ്ടായില്ല. 2 ലക്ഷം രൂപയുടെ നഷ്ടം സംഭവിച്ചതായി വീട്ടുകാർ പറഞ്ഞു. പട്ടാമ്പിയിൽ മഴ പെയ്താൽ ഉണ്ടാകുന്ന വെള്ളക്കെട്ടിന്റെ കാരണം തേടി അധികൃതരുടെ പരിശോധന. മേലെ പട്ടാമ്പിയിലെ സ്ലാബുകൾ ഉയർത്തിയാണ് പരിശോധന നടത്തിയത്. വ്യാപാരികളുടെ പരാതിയെ തുടർന്നായിരുന്നു നടപടി. ഒരു മഴ പെയ്താൽ മേലെ പട്ടാമ്പിയിൽ വെള്ളക്കെട്ട് ദുരിതം വ്യാപകമാണ്. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ കനത്ത മഴയിൽ മേലെ പട്ടാമ്പിയിൽ വെള്ളക്കെട്ട് ദുരിതവും
വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് വെള്ളം കയറുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു. ഇതിനെതിരെ പ്രതിഷേധവുമായി വ്യാപാരികൾ രംഗത്ത് വന്നിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ഞായറാഴ്ച അധികൃതരുടെ നേതൃത്വത്തിൽ ഇവിടെ പരിശോധന നടത്തിയത്. വെള്ളക്കെട്ടിന് പരിഹാരം കാണുന്നതിന്റെ ഭാഗമായി മേലെപ്പട്ടാമ്പി പ്രദേശത്തെ അഴുക്കുചാലുകളുടെ മുകളിലുള്ള സ്ലാബുകൾ ഉയർത്തിയാണ് അധികൃതർ പരിശോധന നടത്തിയത്. നിലവിൽ ചാലുകളുടെ ഉൾവശങ്ങളിൽ ഒന്നും അടിഞ്ഞിരിക്കുന്നതായി കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. വീണ്ടും വെള്ളം കയറുന്ന സ്ഥിതി ഉണ്ടാവുകയാണെങ്കിൽ മറ്റു ഭാഗങ്ങളിലെ സ്ലാബുകൾ കൂടി ഉയർത്തിയുള്ള പരിശോധന നടപ്പാക്കാമെന്നും വ്യാപാരികൾക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട്. അതേസമയം മേലെപ്പട്ടാമ്പിൽ അനുഭവപ്പെടുന്ന വെള്ളക്കെട്ടിന് ശാശ്വതമായ പരിഹാരം കാണണമെന്ന് വ്യാപാരി വ്യവസായി സമിതി പട്ടാമ്പി യൂണിറ്റ് ഭാരവാഹികൾ കഴിഞ്ഞ ദിവസം ആവശ്യപ്പെട്ടിരുന്നു. വിദ്യാഭ്യാസ രംഗത്ത് കാതലായ മാറ്റമാണ് സർക്കാർ ലക്ഷ്യമെന്ന് മന്ത്രി AK ശശീന്ദ്രൻ. NCP പട്ടാമ്പി ബ്ലോക്ക് കമ്മിറ്റി സംഘടിപ്പിച്ച അനുമോദന സദസ്സ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കോൺഗ്രസ് ആമയൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് കൊപ്പത്ത് അനുമോദന സദസ്സ് സംഘടിപ്പിച്ചത്. SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവർക്കായിരുന്നു അനുമോദനം. മുൻ MLA CP മുഹമ്മദ് അനുമോദന സദസ്സ് ഉദ്ഘാടനം ചെയ്തു. ഇതുപോലെയുള്ള ശൈലിയിൽ നിന്ന് വ്യത്യസ്തമായി വളർന്നു വരുന്ന തലമുറയിലെ പഠിതാക്കളെ അവരുടെ വിജയം അംഗീകരിച്ചുകൊണ്ട് അവരെ സമ്മാനം നൽകി പ്രോത്സാഹിപ്പിക്കുക എന്നുള്ള ചടങ്ങ് ഞാൻ 15 വർഷം MLA ആയിരുന്ന കാലഘട്ടത്തിൽ എല്ലാ വർഷവും നടത്തിയിരുന്നു. ഏറ്റവും ഒടുവിൽ അതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത് യശസ്വരീരനായ മഹാരാഷ്ട്ര ഗവർണർ ശ്രീ K. ശങ്കരനാരായണനായിരുന്നു. കരിങ്ങനാട് കുട്ടിലെ സുമംഗലി ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ആ പരിപാടി നടത്തിയത്. ഈ പട്ടാമ്പി നിയോജക മണ്ഡലത്തിലെ മുഴുവൻ ഹൈസ്കൂളിലെയും ഹയർ സെക്കൻഡറി സ്കൂളിലെയും കോളേജിലെയും പ്രശസ്ത വിജയം കൈവരിച്ചവർക്ക് എല്ലാ വർഷവും നൽകിയിരുന്ന അത്തരത്തിലുള്ളൊരു പരിപാടി ഇപ്പോൾ നടക്കുന്നതായി അറിവില്ല. അത് നടത്താത്തത് എന്താണ് എന്നുള്ളതിനെ സംബന്ധിച്ച് ഞാനിവിടെ ഒരു ചോദ്യവും ചോദിക്കുന്നില്ല. നിങ്ങൾക്ക് ഇവിടെ ഇതുപോലെയുള്ള ഒരു ട്രോഫി നൽകുമ്പോൾ അതിൻ്റെ സാമ്പത്തിക മൂല്യം വളരെ വലുതാണ് എന്നുള്ളത് വിചാരിച്ചിട്ടല്ല ഈ പരിപാടി നടപ്പാക്കുന്നത്. ആമയൂർ മണ്ഡലം പ്രസിഡന്റ് TK ഷുക്കൂർ അധ്യക്ഷനായിരുന്നു. KPCC നിർവാഹക സമിതി അംഗം റിയാസ് മുക്കോളി മുഖ്യാതിഥിയായി. PK ഉണ്ണികൃഷ്ണൻ, കമ്മുകുട്ടി എടത്തോൾ, അഡ്വക്കേറ്റ് രാമദാസ്, M. രാധാകൃഷ്ണൻ, AP രാമദാസ്, ET ഉമ്മർ, ആസീസ് പട്ടാമ്പി, ഗീതാ മണികണ്ഠൻ, ജയശങ്കർ കൊട്ടാരത്തിൽ, ഷെഫീന ഷുക്കൂർ, K. ശ്രീജേഷ്, പുണ്യ സതീഷ്, മറ്റു മണ്ഡലം പ്രസിഡന്റുമാരും യോഗത്തിൽ പങ്കെടുത്ത് സംസാരിച്ചു. CCTVയിലൂടെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് തീർത്തും സൗജന്യമായി ആശംസകൾ നേരാം. ജന്മദിനം, വിവാഹം, വിവാഹ വാർഷികം തുടങ്ങിയ അവിസ്മരണീയ ആഘോഷവേളകളിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് CCTVയിലൂടെ തികച്ചും സൗജന്യമായി ആശംസകൾ നേരാം. അതിനായി ഫോട്ടോയും വിശദാംശങ്ങളും മെയിൽ അയയ്ക്കുകയോ അല്ലെങ്കിൽ ഓഫീസിൽ വൈകിട്ട് 4 മണിക്കുള്ളിൽ നേരിട്ടെത്തി നൽകുകയോ ചെയ്യാം. വാട്സ്ആപ്പ് നമ്പർ 89 43 35 14 00. മെയിൽ ID cctvnews@gmail.com. ആശംസകൾ മെയിൽ അയക്കുന്നവരും വാട്സ്ആപ്പ് ചെയ്യുന്നവരും നിർബന്ധമായും ഓഫീസിൽ വിളിച്ച് ഉറപ്പുവരുത്തേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 89 43 35 14 00, 89 43 35 14 26. നമ്പറുകൾ ഒരിക്കൽ കൂടി 89 43 35 14 00, 89 43 35 14 26. CCTV, നിങ്ങളുടെ സ്വന്തം പ്രാദേശിക ചാനൽ. വാർത്തയിലേക്ക്. ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിയിൽ യാക്കോബായ വിശ്വാസികൾ സെമിത്തേരിയിൽ പ്രവേശിച്ച പൂർവികരുടെ കല്ലറകളിൽ പ്രാർത്ഥന നടത്തി. കഴിഞ്ഞ 2.5 വർഷങ്ങൾക്ക് ശേഷമാണ് വിശ്വാസികൾ പ്രവേശിക്കുന്നത്. ഓർത്തഡോക്സ് വിഭാഗം യാക്കോബായ വിശ്വാസികളെ ഇരുമ്പ് നെറ്റുകെട്ടി പൂട്ടിയിട്ട് മാതൃദേവാലയത്തിന്റെ സെമിത്തേരിയിലേക്ക് പ്രവേശനം നിഷേധിച്ച് മനുഷ്യാവകാശ ലംഘനം നടത്തിയെന്ന് ആരോപിച്ച് പ്രതിഷേധം നടന്നിരുന്നു. പോലീസ്, റവന്യൂ അധികൃതർക്ക് സെമിത്തേരി ബില്ലിലെ അവകാശങ്ങൾ അനുവദിച്ചു തരണമെന്നാവശ്യപ്പെട്ട് വിശ്വാസികൾ നിവേദനം നൽകിയതിനെ തുടർന്ന് ഇരുവിഭാഗവുമായി ചർച്ച നടത്തിയിരുന്നു. ശനിയാഴ്ച ഒറ്റപ്പാലം സബ് കളക്ടർ മിഥുൻ പ്രേംരാജ് IPS മനുഷ്യാവകാശ ലംഘനത്തിനെതിരെ ഉത്തരവിറക്കി. ഞായറാഴ്ച രാവിലെ സുറിയാനി ചാപ്പലിലെ കുർബാനയ്ക്ക് ശേഷം ട്രസ്റ്റി CU ശലമോൻ, സെക്രട്ടറി ടൈറ്റസ് ഡേവിഡ്,
മറ്റു കമ്മിറ്റി അംഗങ്ങളുടെ നേതൃത്വത്തിൽ മെഴുകുതിരി കത്തിച്ച് വിശ്വാസികൾ സെമിത്തേരിയിൽ പ്രവേശിച്ചു. യാക്കോബായ വിശ്വാസികളെ പുറത്താക്കി 2020 ഓഗസ്റ്റ് 20-നാണ് ഓർത്തഡോക്സ് വിഭാഗം പള്ളി പിടിച്ചെടുത്തത്. ചാലിശ്ശേരി പോലീസ് SHO കെ സതീഷ് കുമാറിന്റെ നേതൃത്വത്തിൽ SIമാരായ VR റെനീഷ്, T അരവിന്ദാക്ഷൻ എന്നിവരുടെ നേതൃത്വത്തിൽ വനിതാ പോലീസ് ഉൾപ്പെടെ ചാലിശ്ശേരി തൃത്താല സ്റ്റേഷനിൽ നിന്നുള്ള പോലീസ് സംഘം സ്ഥലത്ത് ക്യാമ്പ് ചെയ്തു. 6 മാസത്തിനകം വീട് നിർമ്മിച്ച് നൽകാമെന്ന വാഗ്ദാനം നിറവേറ്റി നാട്ടുകാർ. പുതിയ വീട്ടിൽ സുരക്ഷിതമായി അന്തിയുറങ്ങാം എന്ന സന്തോഷത്തിലാണ് മുള്ളൂർക്കര സ്വദേശികളായ സഹോദരിമാർ. മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്തിലെ 13-ാം വാർഡിൽ വാഴക്കോട് മണ്ണുവട്ടത്ത് പരേതനായ മുഹമ്മദ് കുട്ടിയുടെ മക്കളായ റംലയും ഷെമീറയും ഇടിഞ്ഞു വീഴാറായ ഓടിട്ട വീട്ടിലാണ് താമസിച്ചു വന്നിരുന്നത്. ആടിനെ വളർത്തിയാണ് ഈ സഹോദരിമാർ ഉപജീവനം കഴിച്ചിരുന്നത്. ലൈഫ് പദ്ധതിയിൽ വീട് അനുവദിക്കുന്നതിനായി ഓഫീസുകൾ കയറിയിറങ്ങിയെങ്കിലും പല കാരണങ്ങളാൽ ശരിയായില്ല. ഇവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി KM അഹമ്മദ് പ്രസിഡന്റ്, PV അബ്ദുൾ സലാം സെക്രട്ടറി, സുലൈമാൻ ട്രഷറർ എന്നിവർ ഭാരവാഹികളായി നാട്ടുകാരുടെ നേതൃത്വത്തിൽ വീട് നിർമ്മാണത്തിനായി കമ്മിറ്റി രൂപീകരിക്കുകയായിരുന്നു. കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്വരൂപിച്ച 1,13,000 രൂപ 6 മാസങ്ങൾക്ക് മുമ്പ് റംലയുടെയും ഷെമീറയുടെയും കയ്യിൽ പ്രസിഡന്റ് ഏൽപ്പിച്ചിരുന്നു. 6 മാസങ്ങൾക്കുള്ളിൽ വീട് യാഥാർത്ഥ്യമാക്കുമെന്നും ചടങ്ങിൽ പ്രസിഡന്റ് പറഞ്ഞു. ആ വാക്കാണ് ഇന്ന് യാഥാർത്ഥ്യമായിരിക്കുന്നത്. 6 ലക്ഷം രൂപ ചെലവഴിച്ച് 2 കിടപ്പുമുറി, അടുക്കള, ഡൈനിങ് ഹാൾ തുടങ്ങി എല്ലാ സൗകര്യങ്ങളോടും കൂടിയ വീടാണ് നിർമ്മിച്ചിരിക്കുന്നത്. KM അഹമ്മദ്, PV അബ്ദുൾ സലാം എന്നിവർ ചേർന്ന് റംലയ്ക്കും ഷെമീറയ്ക്കും വീടിന്റെ താക്കോൽ കൈമാറി. ഈ കാലം കിടന്നിട്ട് ഇപ്പോൾ 3 ആൾക്കാർ, ഇവർ 3 അഹമ്മദക്ക, സലാമക്ക, മുത്തുമണി, ഇവർ 3 ആളും കൂടി ഇങ്ങനെ ഒരു വീട് ആക്കി തന്നേന്. അവരോട് എത്ര പറഞ്ഞാലും മതിയാവില്ല അള്ളാഹുവിനോട്. പിന്നെ ഇതിലേക്ക് ഓരോ ആൾക്കാരും ഓരോ ഊട്ടി വെച്ചിട്ട് തന്നവർക്ക് എൻ്റെ എന്നും ഇന്നല്ല എന്നും ഞാൻ അതിൽ നിന്ന് മരിച്ചിറങ്ങി പോകുന്നവരെ എൻ്റെ ദുആ എപ്പോഴും അവരുടെ കൂടെ ഉണ്ടാവും. ചടങ്ങിൽ സുലൈമാൻ, ഖത്തർ, റിയാദ് KMCC ഭാരവാഹികളായ അഷ്റഫ് താഴപ്പറ, ജാഫർ മൊയ്തു, മുഹമ്മദ് കുട്ടി, അബൂബക്കർ ഇരുനിലങ്കോട് എന്നിവർ സംബന്ധിച്ചു. അവർക്കൊക്കെ പ്രത്യേകം നവീന കടപ്പാട് രേഖപ്പെടുത്തുകയാണ്. ഇതിന് തുടക്കം മുതൽ ഇതിന് വേണ്ടിയിട്ട് ഈ പണി കഴിഞ്ഞതിൻ്റെ തുടക്കം മുതലിൻ്റെ എല്ലാ വേണ്ട നേതൃത്വം നൽകിയത് ബഹുമാനപ്പെട്ട അഹമ്മദ് ഷെയ്ഖും അതുപോലെ തന്നെ സലാം സാഹിബാണ്. അവരുടെ ബന്ധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ അബുക്കാൻ അതേപോലെ തന്നെ എല്ലാവരെയും നിരന്തരം കണ്ട് പറഞ്ഞുകൊണ്ട് സിമൻ്റായിട്ടും കമ്പിയായിട്ടും പല ആളുകളെ സഹായിച്ചു. എല്ലാവർക്കും ഇതുമായി സഹായിച്ച എല്ലാവർക്കും അർഹമായ. CCTV ന്യൂസ് തളി. കൊപ്പം ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ അനുമോദന സദസ്സ് സംഘടിപ്പിച്ചു. മുഹമ്മദ് മോഹസിൻ MLA അനുമോദന സദസ്സ് ഉദ്ഘാടനം ചെയ്തു. കൊപ്പം ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിലാണ് SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് അനുമോദനമൊരുക്കിയത്. മുഹമ്മദ് മോഹസിൻ MLA അനുമോദന സദസ്സ് ഉദ്ഘാടനം ചെയ്തു. ഇൻസ്റ്റഗ്രാമിലും സ്നാപ്ചാറ്റിലും പോലും ഇത്തരത്തിൽ നമ്മളെ ധ്രുവീകരിക്കാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ ജാഗ്രതയോടുകൂടി നമുക്ക് നിൽക്കണം. എല്ലാ മതഗ്രന്ഥങ്ങളിലും അല്ലെങ്കിൽ തത്വചിന്തകളിലും പറയുന്ന അന്തസത്തകൾ അതെല്ലാം ഒന്നിച്ചു വന്നാൽ എങ്ങനെയുണ്ടാവും? അതാണ് നമ്മുടെ ഭരണഘടനയുടെ ആമുഖം. നമ്മളെല്ലാവരും ഒന്നാണ് എന്നത്. ഏത് ഭാഷയും ഏത് വേഷമായിക്കോട്ടെ, ഏത് ഭക്ഷണം കഴിക്കുന്നവരായിക്കോട്ടെ, ഭരണഘടനയ്ക്ക് മുമ്പിൽ നമ്മളെല്ലാവരും ഒന്നാണ്. അതുകൊണ്ട് ഈ രാജ്യത്ത് നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ പരസ്പരം ഭിന്നിപ്പിക്കാൻ ശ്രമിക്കരുത്. നമ്മളെ പരസ്പരം തമ്മിലടുപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അരുതെന്ന് പറയാൻ നമ്മുടെ ശബ്ദം ഉയരണം. നമ്മുടെ വിദ്യാഭ്യാസം അത് യഥാർത്ഥത്തിൽ അർത്ഥവത്താവുന്നത് വെറും നമ്മുടെ കരിയർ മാത്രമല്ല, നല്ലൊരു സമൂഹം, നാളെയുടെ ജനത നന്നാവണം. നിങ്ങൾ ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിൽ അന്ന് നിങ്ങളുടെ കുട്ടികളും ഒക്കെയായി ജീവിക്കുമ്പോഴും ഏറ്റവും നല്ല രീതിയിൽ സന്തോഷത്തോടെ, സമാധാനത്തോടെ, സ്നേഹത്തോടെ കഴിയാൻ കഴിയണം. ഈ പൊതുവിദ്യാഭ്യാസത്തിന്റെ പ്രസക്തി എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പല കാര്യങ്ങളുണ്ടാവും. ഏറ്റവും പ്രധാനമെന്ന് പറഞ്ഞാൽ ഉള്ളവനും ഇല്ലാത്തവനും അന്തരമില്ലാതെ, ഏത് ജാതി മതം ഒന്നും പ്രശ്നമില്ലാതെ ഒരു ബെഞ്ചിലിരുന്ന് പഠിക്കുക മാത്രമല്ല, ഒരു പാത്രത്തിൽ കഴിക്കുകയും ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്ന ആ ഒരു അവസ്ഥയാണ്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് T ഉണ്ണികൃഷ്ണൻ അധ്യക്ഷനായിരുന്നു. ജില്ലാ പഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷ A ഷാബിറ മുഖ്യാതിഥിയായി. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് K ബീന, സ്ഥിരസമിതി അധ്യക്ഷന്മാരായ K സുലൈഖ, K ശ്രീജ, മുൻ പ്രസിഡന്റ് KP ധന്യ, മുൻ വൈസ് പ്രസിഡന്റ് KC ഗോപാലകൃഷ്ണൻ, AP രാമദാസ്, മറ്റു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന സെക്രട്ടറിയും ജില്ലാ പ്രസിഡന്റും മോട്ടിവേഷൻ ട്രെയിനറുമായ ബാബു കോട്ടയിൽ, നിസാർ ആലം എന്നിവർ കുട്ടികൾക്ക് ക്ലാസ് എടുത്തു. ഇതോടെ നിലയോര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.